നമസ്കാരം, ഞാൻ സ്നേഹ എലിസബത്ത് ജേക്കബ്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ശബരിമലയിൽ കനത്ത സുരക്ഷ. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമാക്കി പോലീസും ജില്ലാ ഭരണകൂടങ്ങളും. വരുന്ന 14-നാണ് മകരവിളക്കെങ്കിലും 20 വരെ സുരക്ഷാ സംവിധാനങ്ങൾ തുടരും. എരുമേലി കാനനപാതകൾ, നിലയ്ക്കൽ, പമ്പ, സന്നിധാനം, പുല്ലുമേട്, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ ആണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. നാളെ നടക്കുന്ന എരുമേലി ചന്ദനക്കുടത്തിനും 11-ന് നടക്കുന്ന പേട്ടതുള്ളലിലും സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഈ 2 ദിവസങ്ങളിലും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. വാവരുപള്ളിക്ക് സമീപവും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മകരവിളക്ക് സമയം പുല്ലുമേട് വഴി സ്ത്രീകൾ വന്നേക്കുമെന്നാണ് വിവരം. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിലാവും ക്രമീകരണം. 3500-ലധികം പോലീസുകാരെയാവും ആകെ വിന്യസിക്കുക. കഴിഞ്ഞ വർഷം 1400 പോലീസുകാരെയാണ് മകരവിളക്ക് സമയം പുല്ലുമേട്, സത്രം, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ വിന്യസിപ്പിച്ചിരുന്നത്. ന്യായീകരിച്ച് കോടിയേരി. ദേശീയ പണിമുടക്കിലെ അക്രമ സംഭവങ്ങളെ തള്ളിപ്പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. എത്രത്തോളം തൊഴിലാളികളെ പണിമുടക്കിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചോ അതാണ് സമരത്തിന്റെ വിജയം, അല്ലാതെ അക്രമ സംഭവങ്ങളുടെ എണ്ണം നോക്കിയല്ല. നമുക്കെതിരായി നിൽക്കുന്ന ആളുകളെ കൂടി മാറി ചിന്തിപ്പിക്കുന്ന രീതിയിലായിരിക്കണം സമരമെന്നും കൂട്ടിച്ചേർക്കൽ. പ്രതികരണം സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ. ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ പണിമുടക്ക് പൂർണ്ണ വിജയത്തിലേക്കാണ് പോകുന്നത്. 3 മാസം മുൻപ് പ്രഖ്യാപിച്ചതാണ് ട്രേഡ് യൂണിയനുകളുടെ പണിമുടക്ക്. മഹാഭൂരിപക്ഷ ഉടമകളും സ്വന്തം സ്ഥാപനങ്ങൾ അടച്ച് സമരത്തിൽ അണിചേർന്നു. സമരത്തിന്റെ ഉദ്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ സമാധാനപരമായിരിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അതിന് മുൻകൈ എടുക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. അക്രമത്തിൽ അന്വേഷണം. തിരുവനന്തപുരം സ്റ്റാച്യുവിൽ SBI ട്രഷറി ബാങ്കിന് നേരെ പണിമുടക്ക് അനുകൂലികൾ നടത്തിയ ആക്രമണത്തിൽ പോലീസ് നടപടി തുടങ്ങി. കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്ന് DCP ചൈത്ര തെരേസ. ജീവനക്കാർ പ്രത്യേക സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നു എന്നറിയില്ല. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാവും പ്രതികളെ അറസ്റ്റ് ചെയ്യുക. പൊതുമുതൽ നശിപ്പിച്ച വകുപ്പ് ഇവർക്കെതിരെ ചുമത്തുമെന്ന് DCP. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു ബാങ്കിന് നേരെ അക്രമമുണ്ടായത്. ബാങ്കിലേക്ക് ഇരച്ചു കയറിയ 15ഓളം സമരക്കാർ മാനേജറുടെ ക്യാബിനും ഓഫീസും കമ്പ്യൂട്ടറും അടിച്ചു തകർത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംയുക്ത സമരസമിതിയുടെ സമരപന്തലിന് സമീപത്തുള്ള ബാങ്കിന് നേരെയായിരുന്നു അക്രമം. ബാങ്കിന്റെ മുകൾ നിലയിലെത്തിയ പണിമുടക്ക് അനുകൂലികൾ ജീവനക്കാരോട് പുറത്തിറങ്ങാനും ബാങ്ക് ഇന്ന് പ്രവർത്തിപ്പിക്കാനാവില്ല എന്നും അറിയിച്ചു. ഇതനുസരിച്ച് ജീവനക്കാർ പുറത്തിറങ്ങി. തുടർന്ന് ബാങ്ക് മാനേജറുടെ മുറിയിലെത്തിയ ജീവനക്കാർ പ്രകോപിതരാവുകയും അക്രമം നടത്തുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം സമരക്കാർ ഇറങ്ങിപ്പോയെന്ന് ബാങ്ക് മാനേജർ അറിയിച്ചു. ശബരിമലയിൽ BJP. ശബരിമല വിഷയത്തിൽ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയ സംസ്ഥാന BJP ഘടകം. നിലവിലെ സാഹചര്യങ്ങൾ രാഷ്ട്രപതിയെ ധരിപ്പിക്കുമെന്ന് PS ശ്രീധരൻപിള്ള. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നത് ആവശ്യപ്പെടേണ്ടതുണ്ടോ എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. MP മാർ അടങ്ങുന്ന സംഘമാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി ചർച്ച നടത്തുന്നത്. ശബരിമല വിഷയത്തിന് ശേഷം 4 ജില്ലകളിൽ നിന്ന് CPM തുടച്ചു നീക്കപ്പെട്ടു. ഭരണഘടനാപരമായ രീതിയിൽ സർക്കാരിനെ നേരിടാനാണ് പാർട്ടി തീരുമാനം. കേരളം ഇപ്പോൾ BJPക്ക് പാകമായെന്നും ശ്രീധരൻപിള്ള. ഹർത്താലിന് വിമർശനം. ഹർത്താലിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് വീണ്ടും ഹൈക്കോടതി. ഹർത്താലിനെതിരെ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിൽ സർക്കാരിന് അലംഭാവമെന്നും കുറ്റപ്പെടുത്തൽ. സർക്കാരിന്റെ നടപടികൾ പ്രോത്സാഹിപ്പിക്കാനാവില്ല. കോടതി വിമർശനം. പണിമുടക്കും ഹർത്താലും ചോദ്യം ചെയ്തുള്ള ഹർജികളിലെ ഇടക്കാല ഉത്തരവിൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നവർ നിത്യചെലവ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ മൗലിക അവകാശം കണക്കിലെടുക്കണം. പണിമുടക്കിനും ഹർത്താലിനും ആഹ്വാനം ചെയ്യുന്നവർ ഇത് കാണാതെ പോകരുതെന്നും ഹൈക്കോടതി. ഹർത്താൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഇന്നലെയും ഹൈക്കോടതി രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. സല തന്നെ താരം. ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് സല തുടർച്ചയായ 2ാം തവണയും ആഫ്രിക്കൻ ഫുട്ബോളർ പുരസ്കാരം സ്വന്തമാക്കി. സെനഗലിന്റെ ലിവർപൂൾ താരം സാദിയോ മാനെ, ആഴ്സണലിന്റെ ഗാബോൺ സ്ട്രൈക്കർ എംറിക് ഔബാമയാഗ് എന്നിവരെ പിന്തള്ളിയാണ് സലയുടെ പുരസ്കാര നേട്ടം. സെനഗലിലെ ഡാക്കറിൽ ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ പുരസ്കാര ജേതാവിനുള്ള പുരസ്കാരം സല ഏറ്റുവാങ്ങി. കുട്ടിയായിരുന്നപ്പോൾ മുതൽ സ്വപ്നം കണ്ടിരുന്ന പുരസ്കാരം 2 വട്ടം നേടാൻ കഴിയുന്നത് സന്തോഷിപ്പിക്കുന്നെന്ന് സല പറഞ്ഞു. 2017-18 ലിവർപൂളിനായി 44 ഗോളുകൾ സല അടിച്ചുകൂട്ടിയിരുന്നു. റഷ്യൻ ലോകകപ്പിലും സല ഈജിപ്തിനായി ലക്ഷ്യം കണ്ടു. ഇതോടെ തുടർച്ചയായി 2 തവണ ആഫ്രിക്കൻ ഫുട്ബോളർ പുരസ്കാരം നേടുന്നതിൽ ഐവറി കോസ്റ്റിന്റെ യായ ടൂറെ, കാമറൂണിന്റെ സാമുവേൽ ഏറ്റു, സെനഗലിന്റെ എൽഹാദി ദിയോഫ് എന്നിവർക്കൊപ്പം സല എത്തി. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.